ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഡാൻസ് എന്ന് പറയുന്നത്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇന്ന് നടക്കുന്നതോ നടന്നു കഴിഞ്ഞതോ ആയിട്ടുള്ള ഏത് കാര്യങ്ങളായിട്ടും അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയും നമ്മളുടെ ചിന്തകളും ഇമോഷൻസും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓർമ്മപ്പെടുത്താനും അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരു ഒരു കലാരൂപം തന്നെയാണ് എന്ത് പറയുന്നത്, ഡാൻസ് എന്ന് പറയുന്നത്. ഈ ഡാൻസ് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏത് കലാരൂപമായാലും അത് കടന്നു വന്നിട്ടുള്ള ഒരു യാത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഉത്ഭവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇരുണ്ടൊരു ചരിത്രം ഉണ്ടായിന്ന് വരാം. അതും അതിൽ ആ ഒരു കലാരൂപം പറയുന്ന ചില ആശയങ്ങൾ അന്നത്തെ കാലഘട്ടത്തെ ബുദ്ധിമുട്ടുകളോ സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കാം അത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എല്ലാത്തിനെയും കാണുന്നതിന് പകരം അതെന്താണ് പറയുന്നത്, അത് എവിടെയാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ കുറേ ചരിത്രപരമായിട്ടുള്ളതും അതിൻ്റെ കുറേ ആശയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും.